രണ്ട് കണ്ണും രണ്ട് ചെവിയും ഇല്ലാത്തവർ, അതായത് കാഴ്ചശക്തിയും കേൾവിശക്തിയും ഇല്ലാത്ത പലരെയും നമ്മൾ കണ്ടെത്തുന്നുണ്ട്. നാം യാത്ര ചെയ്യുന്ന സമയങ്ങളിലും അങ്ങാടികളിലിരിക്കുമ്പോഴും റോഡ് മുറിക്കാൻ പെടുന്ന കണ്ണ് കാണാത്തവരെ, ഒന്ന് ശബ്ദം കേൾക്കാൻ മാതാപിതാക്കളുടെ ബാങ്കൊലിയുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രപഞ്ചത്തിൻ്റെ നാദം കേൾക്കാൻ കഴിയാത്ത എത്രയോ ആളുകളെ നാം നിത്യേന ഇടയ്ക്കിടയ്ക്ക് പലരുടെ സ്ഥലത്തും നാം കാണാറുണ്ട്. നാം ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ, ഇങ്ങനെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണാനും കേൾക്കാനും കണ്ണുകളും ചെവികളും തന്നതിന് എന്തെങ്കിലും ശുക്റുകൾ നാം ചെയ്യുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ? എങ്ങനെയാണ് കണ്ണ് നൽകിയ അള്ളാഹുവിന് കണ്ണുകൊണ്ട് ശുക്ർ ചെയ്യൽ? നല്ലത് മാത്രം കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ നമ്മോട് കൽപ്പിച്ചത് ആ കൽപ്പിച്ചത് കാണുക. വിരോധിച്ചതെന്താണോ ആ വിരോധിച്ചത് നിന്ന് കണ്ണ് മാറ്റിയെടുക്കുക, കാണാതിരിക്കുക. അതേപോലെ ചെവി എന്താണോ നമ്മോട് കേൾക്കാൻ പറഞ്ഞത്, എന്തൊക്കെയാണ് നമ്മോട് അനുവദിച്ചത് അതൊക്കെ കേൾക്കുക. അല്ലാത്തത് കേൾക്കുകയിൽ നിന്ന് അകറ്റി നിർക്കുക. ഗീബത്തായാലും നമീമത്തായും മറ്റുള്ളവൻ്റെ കുറ്റം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീക്ക്നെസ്, മറ്റുള്ളവരുടെ കാര്യങ്ങൾ നാം കേൾക്കുക. ഇതൊക്കെ ചെവിയെ കൊണ്ടുള്ള ദുൽമാണ്, അക്രമമാണ്. അതിൽ നിന്നൊക്കെ മാറി നിൽക്കലാണ് ആ ചെവിയെ കൊണ്ട് ആ കാഴ്ച തന്ന അല്ലെങ്കിൽ കേൾവി തന്ന അള്ളാഹുവിന് ശുക്ർ ചെയ്യൽ. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളവരാണെന്ന ബോധം നമുക്കെപ്പോൾ വേണം. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന് സദാസമയം ശുക്ർ ചെയ്യുക. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ.